എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വെള്ളിയാഴ്ചത്തെ പോലെ തന്നെ ഇന്നും ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഡൊമിനിക്, വിലായത് ബുദ്ധ, ബൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 2023 കർണൻ നെപ്പോളിയൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സിലാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സിനിമയുടെ DVD റിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. അസ്കറാണ് സിനിമയിലെ നായകൻ. ഈ ചിത്രം കഴിഞ്ഞ ദിവസം മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകനായ സിനിമയാണ് വേല. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് OTT റിലീസിന് ഒരുങ്ങുന്നത്. അടുത്ത വീക്ക് ആമസോൺ പ്രൈമിൽ വേല സിനിമ റിലീസാക്കിയേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പ്രേമണ്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. ഈ ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിൽ റിലീസുണ്ട്. മലയാളം ഭാഷയിലും സിനിമ വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ് നായകനായ സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വരാൻ പോവുകയാണ്. മനോരമ മാക്സ് ആണ് നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ ആമസോൺ പ്രൈമിലും സിനിമ വരും. ക്രിസ്മസിന് സ്പെഷ്യലായിട്ടാണ് നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഉൻപാറവേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഉൻപാറവൈ. ഈ ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് സൺ നെക്സ്റ്റിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസാണ് എക്കോ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സന്ദീപാണ് സിനിമയിലെ നായകൻ. എക്കോ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും എക്കോ സിനിമ ഓടുന്നുണ്ട്. നല്ലൊരു ഹിറ്റായിരുന്നു എക്കോ സിനിമ. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിലാണ് എക്കോ സിനിമ റിലീസാക്കാൻ പോകുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എക്കോ സിനിമ OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകനായ സിനിമയായിരുന്നു ബൾട്ടി. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബൾട്ടി സിനിമ നേടിയെടുത്തത്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബൾട്ടി. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസ് വീക്കിലായിരിക്കും ബൾട്ടി സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കളങ്കാവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കളങ്കാവൽ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വിനായകൻ മമ്മൂട്ടിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളങ്കാവലിൻ്റെ OTT ഇപ്പോൾ സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. കളങ്കാവൽ സിനിമ ഇതിനോടകം തന്നെ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫാർമ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സീരീസാണ് ഫാർമ. ഇതൊരു മെഡിക്കൽ ത്രില്ലർ സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് വരുന്നത്. ഡിസംബർ മാസം 19 സീരീസ് ഇറങ്ങാൻ പോകുന്നത്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ഹോട്ട്സ്റ്റാറിൽ ഫാർമ എന്ന സീരീസ് വരുന്നുണ്ട്. മലയാളത്തിൽ മാത്രമല്ല 7 ഭാഷകളിലായിട്ടാണ് സീരീസ് വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഗെറ്റ് സെറ്റ് ബേബിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. അതുപോലെ നിഖില വിമലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഒരുപാട് പേര് ഈ സിനിമയുടെ OTTക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബി വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഡിസംബറിൽ ക്രിസ്മസിന് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഡിസംബർ മാസം 24 ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല ഹൈപ്പോട് കൂടിയാണ് ബുദ്ധ വന്നത്. പക്ഷേ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പൃഥ്വിരാജാണ് വിലായത് ബുദ്ധയിലെ നായകൻ. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. പുഷ്പ സിനിമയുമായിട്ട് വിലായത് ബുദ്ധയ്ക്ക് സാമ്യമുണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞത്. 3 ഹവർ ദൈർഘ്യമുള്ളതും സിനിമയെ പരാജയപ്പെടുത്തി. എന്തായാലും ക്രിസ്മസിന് ആമസോൺ പ്രൈമിലാണ് വിലായത് ബുദ്ധയുടെ OTT റിലീസ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയായിരുന്നു ഡൊമിനിക്. ഇനി സിനിമയുടെ OTT വരില്ലെന്ന് വരെ ആരാധകർ കരുതി. ഇപ്പോഴിതാ ഡൊമിനിക്കിൻ്റെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയും ഗോകുൽ സുരേഷുമാണ് ഡൊമിനിക്കിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ സിനിമയാണ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് നേടിയത്. ഈ ഒരു സിനിമ C5ൽ ഇന്ന് രാത്രി 12 മണിക്കാണ് OTT റിലീസ്.
നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി കൂടിയായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് കൃത്യം 12 മണിക്ക് തന്നെ ഡൊമിനിക് സിനിമ OTT-യിൽ എത്തും. ഇനിയും ഒരുപാട് സിനിമകൾ സർപ്രൈസായിട്ട് ഇനി വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.